കഴിഞ്ഞുപോയ ദിവസം കല്യാൺ രൂപതയുടെ മൈനർ സെമിനാരിയുടെ ഫ്രണ്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. ഞാൻ വൈകിട്ട് ആ ഗ്രോട്ടോയിൽ അവിടെ തന്നെ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ നേരത്തെ എൻ്റെ മനസ്സിലേക്ക് വന്നു ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. പാപ്പ ഏത് യാത്ര ആരംഭിക്കുന്നതിനേക്കാളും മുമ്പും റോമിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദേവാലയത്തിൽ ആ രൂപത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് പാപ്പയുടെ ഒക്കെ ശവസംസ്കാര ശുശ്രൂഷകൾ നടന്ന് നമുക്കൊക്കെ അറിയാം. ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇന്ന് വളരെ കുറഞ്ഞു പോയി. ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന നേരത്ത് നമ്മൾ പറയും, അമ്മേ ഞാൻ പോണിട്ടോ, അപ്പച്ചാ ഞാൻ പോണിട്ടോ, വീട്ടിൽ ആരാണോ ഉള്ളത് പറഞ്ഞിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ വന്നോട്ടോ അമ്മച്ചി, അപ്പച്ചാ എന്നൊക്കെ പറയും. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം നമ്മളൊന്ന് വൈകുമ്പോൾ ആദ്യകാലത്തൊക്കെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന ഒരു അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി മോഡേണായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് വിളിച്ചു ചോദിക്കും, മോനെ നീ എവിടെ എത്താറായ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. ഇനി ദിവസങ്ങളേ ഉള്ളൂ പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ. ഒരു നിലവിൽ ഉണ്ടായിരുന്ന ഒരു ശീലം ഇടക്കാലത്തൊക്കെ വെച്ച് ചിലപ്പോൾ നിന്നുപോയതും നമുക്ക് ഈ പുതിയ വർഷം ആരംഭിക്കാം. പരിശുദ്ധനായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ എല്ലാ ദിവസവും ഗ്രോട്ടോയിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ ആശീർവാദം സ്വീകരിച്ച്, അനുഗ്രഹം സ്വീകരിച്ച്, അപ്പച്ചാ ഞാൻ പോകുകയാണ് കേട്ടോ സ്കൂളിലേക്ക്, അമ്മച്ചി ഞാൻ പോവുകയാണ് എന്ന് അവരോട് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. അവരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. ഒരു പുതിയ അധ്യയന വർഷം നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ, അവരുടെ സ്വരത്തിൻ്റെ കീഴിൽ ജീവിതത്തിൻ്റെ മാതൃകയിലായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.